പ്ലസ് വണ്ണിന്റെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിസ്കോഴ്സസ് ആണ്. എങ്ങനെ അത് ആൻസർ ചെയ്യാം, അതിന്റെ കറക്റ്റ് ഫോർമാറ്റ് എങ്ങനെയാണ്, എങ്ങനെ നമുക്കതിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ ഇതിന്റെ ഫോർമാറ്റും കാര്യങ്ങളിലേക്കും കടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫോർമൽ ലെറ്റർ ആണ്. ഇതിനകത്ത് ലെറ്റർ ടു എഡിറ്റർ ആണ് അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളത്. മേ ബി ലെറ്റർ ഓഫ് കംപ്ലൈന്റ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമാറ്റിന് പ്രത്യേകം തന്നെ ഒരു മാർക്സ് ഉണ്ട്. അപ്പം ഫോർമൽ ലെറ്റർ വരുന്ന സമയത്ത് എല്ലാം ലെഫ്റ്റ് മാർജിനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്രം അഡ്രസ് കൊടുക്കണം, പിന്നെ ഡേറ്റ് ടു അഡ്രസ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സല്യൂട്ടേഷൻ, അതായത് സർ, മാഡം എന്ന സല്യൂട്ടേഷൻ കൊടുക്കുക. പിന്നീടാണ് സബ്ജക്റ്റ് വരുന്നത്. എന്ത് കാര്യത്തെ അനുബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു ലെറ്റർ എഴുതുന്നത്, അതാണ് ആ സബ്ജക്റ്റിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം വരുന്ന ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് അധികവും ഡൗട്ട് ഉണ്ടാവുന്നത്. കാരണം എന്ത് എഴുതാം, എങ്ങനെ എഴുതണം എന്നുള്ളത്. അപ്പോൾ 3 പാരഗ്രാഫ്സ് ആയിട്ടാണ് നമുക്കിത് എഴുതേണ്ടത്. അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്നത് എന്താണ്, ഈ ഒരു ലെറ്ററിന്റെ പേർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്, ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫ് വരുമ്പോൾ ഈ ഒരു ഇഷ്യൂ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, ഈ കാര്യങ്ങളാണ് സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ. തേർഡ് പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പാരഗ്രാഫിനകത്ത് നമ്മൾ ഇതിനു വേണ്ടി ഒരു ആക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി വേണം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. അതിനുശേഷം താങ്കിങ് യു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ സിൻസിയർലി അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നിങ്ങളുടെ പേരും സിഗ്നേച്ചറും കൊടുത്താൽ ഫോർമൽ ലെറ്റർ കഴിഞ്ഞു. ഇതാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. അപ്പം ഈ ഒരു ഫോർമാറ്റ് എന്തായാലും ഓർത്തിരിക്കുക, കാരണം ഈ ഒരു ഫോർമാറ്റിന് പ്രത്യേകം മാർക്സ് ഉണ്ട്. ഇങ്ങനൊരു ഫോർമൽ ലെറ്ററിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്സും ആണ് ഇനി പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ 3 ഓൾട്ടർനേറ്റീവ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നോക്കാം. Through the columns of your esteemed daily, I wish to draw the attention of the concerned authorities and general public towards എന്ത് ഇഷ്യൂ ആണോ അത് അതിന് ശേഷം എഴുതുക. അടുത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. I am writing this letter to highlight a serious issue that demands immediate action. അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ this letter is to express my concern regarding. ഇത് വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇതിന് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. I sincerely request the concerned authorities to take immediate and effective steps to resolve this problem അല്ലെങ്കിൽ issue. I hope this matter will be given due consideration and necessary action will be taken at the earliest. I shall be grateful if this issue is highlighted in your esteemed newspaper to create public awareness. ഈ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ലെറ്റർ ടു എഡിറ്ററിലാണ് അധികവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഇത്തരം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ അല്ലെങ്കിൽ കണ്ടന്റ് എഴുതുന്ന കാര്യം മാത്രം നോക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ഇതിന്റെ ഒരു മോഡൽ ആയിട്ടുള്ള ഒരു ലെറ്റർ ടു എഡിറ്റർ നോക്കാം. അതായത് മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലെറ്റർ ടു എഡിറ്റർ എന്നുള്ളത്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാമിലി ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുന്ന പറ്റിയിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഫാമിലി വാല്യൂസ്, ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ ടു എഡിറ്റർ തയ്യാറാക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഇത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. വൺ വരുന്നതാണ് ഇൻഫോർമൽ ലെറ്റർ. ഇത് വേണമെങ്കിൽ നമുക്ക് പേഴ്സണൽ ലെറ്റർ എന്നോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ ഫോർമാറ്റിലേക്ക് നമുക്ക് നോക്കാം. ഫോർമാറ്റ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ നമ്മൾ എഴുതേണ്ടത് സെൻഡേഴ്സ് അഡ്രസ്, നമ്മുടെ ഫ്രം അഡ്രസ് കൊടുക്കണം. പിന്നെ നമ്മുടെ ഡേറ്റ്, അതിനുശേഷം സല്യൂട്ടേഷൻ വരുന്നത് ഡിയർ ഫ്രണ്ട് എന്നോ ഡിയർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇതും നമുക്ക് 3 പാരഗ്രാഫ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് നമ്മൾ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എന്തിനു വേണ്ടിയാണ് ഈ ഒരു കത്ത് എഴുതുന്നത് ആ ഒരു റീസൺ കാണിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫിനകത്താണ് മെയിൻ കണ്ടന്റ് വരേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളത് സെക്കൻഡ് പാരഗ്രാഫിൽ വരണം. തേർഡ് പാരഗ്രാഫ് ആണ് നമ്മുടെ ക്ലോസിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഈ ഒരു ലെറ്റർ ക്ലോസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് അവസാനം യുവേഴ്സ് ലവിംഗ്ലി അല്ലെങ്കിൽ
യുവർ ലവിങ് ഫ്രണ്ട് അങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേരും കൊടുക്കാം. ഇൻഫോർമൽ ലെറ്ററിനകത്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് റിസീവറിന്റെ അഡ്രസ് ഒന്നും കൊടുക്കുന്നില്ല. ആൻഡ് ഓൾസോ ഫോർമൽ ലെറ്ററിനെ പോലെ സബ്ജക്റ്റും ഇതിലില്ല. ഇനി നമുക്ക് ഇതിന് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്സും നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ആണ്. ഫസ്റ്റ് വൺ, I hope this letter finds you in the best of health and spirits. It has been quite some time since we last spoke, so I thought of writing to you. I was delighted to receive your letter and could not wait to reply. ഇത് നിങ്ങൾക്ക് ഓപ്പണിംഗിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ക്ലോസിംഗിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ്. ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ ഫ്രം യു സൂൺ. ഡു കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പേരൻസ്. ടേക്ക് കെയർ ആൻഡ് റൈറ്റ് ബാക്ക് സൂൺ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ അവസാനം അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ ഇതിലൊരു ഇൻഫോർമൽ ലെറ്റർ ഇസ് എ പേഴ്സണൽ ലെറ്റർ അല്ലെ, അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഒരു ഷെയർഡ് മെമ്മറി കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു മോഡൽ ആൻസർ നമുക്ക് നോക്കാം. മുന്നേ ചോദിച്ചിട്ടുള്ള അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഇഫ് പോയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി തന്റെ ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു ലെറ്റർ നിങ്ങൾക്ക് നോക്കാം. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അത് എഴുതാൻ ഉപകാരമായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കൂ. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അധിക എക്സാംസിലും ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇമെയിൽ എഴുതുന്നതിന് മുന്നേ എപ്പോഴും ഒരു റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇമെയിലിനകത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം ഇതിൽ ടു ആർക്ക് ഏത് ഇമെയിലിലേക്കാണ് നിങ്ങൾ അയക്കുന്ന ആ ഒരു ടു അഡ്രസ്സ് കൊടുക്കണം. പിന്നെ CC BCC ആ സ്ട്രക്ചറും നിങ്ങൾ എഴുതിയിരിക്കണം. അതിനുശേഷമാണ് നമ്മുടെ സല്യൂട്ടേഷൻ വരുന്നത്. ഒരു ഫോർമൽ ഇമെയിൽ ആണെങ്കിൽ റെസ്പെക്റ്റഡ് സർ, മാഡം അങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽസ് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് ഡിയർ എന്ന് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. ആൻഡ് ലെറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമെയിൽസ് എന്ന് പറയുന്നത് വളരെ ബ്രീഫായി എഴുതേണ്ട കാര്യങ്ങളാണ്. അപ്പം വളരെ വലിച്ചു നീട്ടി നമ്മൾ ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ ഇമെയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ഫോർമൽ കൈൻഡ് ഓഫ് ഇമെയിൽ ആണ്. അതായത് ഒരു എൻക്വയറി ചെയ്യുന്ന ഒരു ഇമെയിൽ ആണ്. അതായത് ഒരു സ്കൂൾ ട്രിപ്പിന് പോകുന്ന സമയത്ത് നിങ്ങളൊരു ഹോട്ടൽ മാനേജറിനോട് അവിടുത്തെ റൂം അവൈലബിലിറ്റിനെ എൻക്വയർ ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ അയക്കുന്നു. അങ്ങനെ ഒരു ഇമെയിൽ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മേ ബി ഇതേപോലൊരു എൻക്വയറി ഇമെയിൽസും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം. അപ്പം ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത് കൂടാതെ തന്നെ അല്ലാതെ ഒരു ഇൻഫോർമൽ മെയിലും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എക്സാമിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇമെയിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വളരെ ടിപ്പ് എന്ന് പറയുന്നത് പർപ്പസ്, കോണ്ടെക്സ്റ്റ്, ആക്ഷൻ. ഈ രീതിയിൽ നിങ്ങൾ ഒരു ഇമെയിൽ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാം. അതായത് ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു, എന്ത് പേർപ്പസ് ആണ് അതാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ദ മാറ്റർ കൺസേൺസ്, ഇതിനകത്ത് നിങ്ങൾ എന്ത് വരണം, ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് എന്ന കാര്യം പറയുകയും നെക്സ്റ്റ് അവസാന പാരഗ്രാഫിൽ ഐ വുഡ് ലൈക്ക് ടു അല്ലെങ്കിൽ എന്ത് ആക്ഷൻ ആണ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആ കാര്യങ്ങൾ കൊടുക്കുക. ഫോർമൽ ഇമെയിലും ഇൻഫോർമൽ ഇമെയിലും ഉണ്ട്. അപ്പം അതിനകത്തും നിങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഉണ്ടാവും. അപ്പം അതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഫോർമൽ മെയിലിൽ നിങ്ങൾക്ക് ഓപ്പണിംഗിൽ എന്ത് കൊടുക്കാം, ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു ഇൻഫോം യു ദാറ്റ്, അല്ലെങ്കിൽ ദിസ് ഈസ് ടു ബ്രിങ് യുവർ കൈൻഡ് നോട്ടീസ് ദാറ്റ് എന്ന കാര്യം പറയാം. അല്ലെങ്കിൽ ഐ റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ്, അതായത് വേറൊരു സംഭവിക്കാൻ പാടില്ലാത്ത ആ കാര്യങ്ങൾക്കാണ് റിഗ്രറ്റ് ടു എന്നുള്ളതൊക്കെ പറയാൻ പറ്റുന്നത്. ഇനി അതേ സ്ഥാനത്ത് ഒരു ഇൻഫോർമൽ ഇമെയിൽ ആവുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാം, ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൈ സ്പിരിറ്റ്സ്. ആ ഒരു ഇൻഫോർമൽ ലെറ്ററിൽ പറയുന്ന പോലെ അതേ ഒരു ഇത് തന്നെയാണ്. ഐ ജസ്റ്റ് returned from an unforgettable experience and could not wait to share it with you. അല്ലെങ്കിൽ I wanted to write you personally about, അങ്ങനെ പറയാം. ഇനി ഫോർമൽ ഇമെയിലിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ താങ്കിങ് യു ഇൻ ആന്റിസിപ്പേഷൻ, താങ്കിങ് യു എന്ന് പറഞ്ഞാലും മതി. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ് വിത്ത് സിൻസിയർ റിഗാർഡ്സ്. ഇൻഫോർമൽ ഇമെയിൽ ആകുമ്പോഴോ ഡു റൈറ്റ് ബാക്ക് സൂൺ, കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം, വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു. ഈ കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് വൺ വളരെ നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് സ്പീച്ച് എന്ന് പറയുന്നത്. 8 മാർക്കിന് എന്തായാലും ചോദിക്കാവുന്ന, നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത ഒന്നാണ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു മൊത്തം ചാപ്റ്റേഴ്സിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇതുവരെ ചോദിച്ചു കണ്ടതെന്ന് പറയുന്നത് വുമൻ ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്.
പിന്നെ ഈ റാണാഗഞ്ചിന്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് കറേജ് ഹ്യൂമാനിറ്റീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ യൂത്തിന്റെ റോളിനെ പറ്റി, ഇന്റർനെറ്റ് അഡിക്ഷനെ പറ്റി, ജെൻഡർ ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ്, പിന്നെ കൾച്ചറൽ ഹെറിറ്റേജ്, നമുവാന റിച്വലിനൊക്കെ പറ്റി പറഞ്ഞല്ലോ. അതേപോലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് സ്പീച്ചിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്പീച്ചിൽ നിങ്ങൾക്ക് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻട്രൊഡക്ഷൻസും കൺക്ലൂഷൻസും ഞാനിപ്പം ഇതിൽ പറയാം. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എല്ലാവരും നമ്മൾ പറയുന്നതാണ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട്, വളരെ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അല്ലെങ്കിൽ ഐ ഫീൽ ഹോണേർഡ് ടു സ്പീക്ക് അബൌട്ട് ദിസ് ടോപ്പിക്. അല്ലാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് ഒരു അക്കാഡമിക് കുറച്ചും കൂടെ ഒരു ഹൈ ലെവലിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഒരു കോട്ട് പോലെയാണ്. ഇത് നിങ്ങൾക്ക് ഒരു കോട്ടായിട്ട് രീതിയിൽ നിങ്ങൾക്ക് പറയാം. കോട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് സ്പീച്ച് എഴുതുന്നത് വളരെ നല്ലതാണ്, നിങ്ങൾക്ക് ഫുൾ മാർക്സ് ഒക്കെ മേടിക്കാൻ പറ്റും. കോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് രീതിയിൽ നിങ്ങൾക്ക് സ്പീച്ച് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു കോട്ട് രീതിയിലുള്ളത്, വെൻ ഇൻജസ്റ്റിസ് ബിക്കംസ് ട്രഡീഷൻ, റെസിസ്റ്റൻസ് ബിക്കംസ് റെസ്പോൺസിബിലിറ്റി, ഈ ഒരു കോട്ടായിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഹിസ്റ്ററി ഹാസ് ഷോൺ us that progress is impossible without awareness. With this thought, I would like to address, അല്ലെങ്കിൽ I wish to address ഏത് ഇഷ്യൂവിനെ പറ്റിയിട്ടാണെന്ന് പറയാം. പിന്നെ ഒരു ഡിജിറ്റൽ അഡിക്ഷൻ്റെ ഇതിൽ വരുന്ന സമയത്ത്, we live in an age of advancement, yet certain issues continue to haunt our society. ബാക്കി പറയാം. പിന്നെ ഇതിന്റെ ഒരു കൺക്ലൂഷൻസ് എന്നുള്ള രീതിയിൽ പറയുമ്പം, സാധാരണ നമ്മൾ എന്താണ് പറയുന്നത്, ലെറ്റ് us work together to bring positive change. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അതിന് പകരം, ലെറ്റ് us not remain silent spectators but become responsible change maker. The future is not something we enter, it is something we create. Change begins not in laws but in mind. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു കൺക്ലൂഷൻസും ഇൻട്രൊഡക്ഷനും പറഞ്ഞു തന്നെയാണ്. ഇനി ഇതേപോലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു സ്പീച്ചാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് നോക്കാം. അഥവാ ഈ പ്രാവശ്യവും എക്സാം ഏതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അത് ഉപകാരമാവും. അപ്പം ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പോയം പഠിച്ചിട്ടുണ്ട്, എനി വുമൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെ കാത്രിൻ ടൈനന്റെ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് വുമന് സൊസൈറ്റിയിലുള്ള ഒരു റോൾ, അതിനെ ബേസ് ചെയ്ത് ഒരു സ്പീച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ അതേ ഒരുപാട് വായിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല, കാരണം നിങ്ങൾക്ക് അടുത്ത ദിവസം എക്സാം ആണ്. നിങ്ങളത് വായിച്ചു നോക്കാം, വേണമെങ്കിൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഇതേപോലെ ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നിങ്ങളോട് സ്പീച്ച് ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റപ്പ് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതിന് കുറച്ച് മെത്തേഡ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ഞാൻ ഇതിൽ കുറച്ച് ടോപ്പിക്സ് പറയുന്നുണ്ട്. ആ ടോപ്പിക് ഏത് ചാപ്റ്ററുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 1-2 പാരഗ്രാഫ്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനും ക്ലോസിങ്ങും നിങ്ങൾക്ക് അറിയാം, ഇതിന് നടുവിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള കുറച്ച് പാരഗ്രാഫ്സും നിങ്ങൾക്ക് എന്താവും, കിട്ടുന്നതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ഞാൻ ഇതിൽ കൊടുക്കുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് റെസിലിയൻസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് എങ്ങനെ ഒരു സ്പീച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഒന്ന് ഡെപ്ത് ലെവലർ അതിനെ ബന്ധപ്പെടുത്താം, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിനെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്താം. ഡെപ്ത് ലെവലറിൽ നമുക്ക് എന്താണ് റെസിലിയൻസ്, ആ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതെന്തിനെ ഫോക്കസ് ചെയ്യണം, ഹ്യൂമൻ വാല്യൂസ്, കറേജ്, പിന്നെ ഓരോ കലാമിറ്റീസിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം, ഓരോരുത്തരെ ഹെൽപ്പിംഗ് അതേഴ്സ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. അപ്പം ഇതിൽ ബോഡി, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ പാർട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരഗ്രാഫ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ചാപ്റ്ററിന് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുമ്പം യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ടെക്നോളജി എ ബൂൺ ഓർ എ ബെൻ. ഇത് ഉറപ്പാണ്, അധികവും ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് റൈറ്റപ്പിലോ അല്ലെങ്കിൽ സ്പീച്ചിലോ. ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ടൈമിൽ ഒന്നെങ്കിൽ ഇത് ഈ ഒരു കോൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ലിങ്ക് ചെയ്തിട്ടായിരിക്കാം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ലിങ്ക് ചെയ്തുകൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പം ആ ഒരു ചാപ്റ്ററിനെ ലിങ്ക് ചെയ്ത് നിങ്ങൾ നേരെ സ്പീച്ചിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ എൻവയോൺമെന്റൽ കൺസർവേഷനെ ബേസ് ചെയ്തിട്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക, ഇത് നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിന് അല്ലെങ്കിൽ അടുത്ത എക്സാമിന് എന്തെങ്കിലും മെറ്റീരിയൽസ്, ഇതേപോലെ വീഡിയോസ് ആവശ്യമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.